6 തവണയായി മലയാളത്തിൽ വന്ന ബിഗ് ബോസ് ഷോ വലിയ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. ഓരോ സീസണുകൾ കഴിയുന്തോറും പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ഷോ മുന്നോട്ട് പോകാറുള്ളതും അവസാനിക്കാറുള്ളതും. ഏഴാമതൊരു സീസൺ കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഇതുവരെ വന്നിട്ടില്ല. സാധാരണഗതിയിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, ഈ സമയങ്ങളിൽ പിന്നണിയിൽ മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ഓഡിഷനുകളും നടക്കും. മാർച്ചിലോ ഏപ്രിലിലോ ഷോ നടക്കും. എന്നാൽ നാളിതുവരെയായി ബിഗ് ബോസിനെ പറ്റി യാതൊരു സൂചനകളും ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ. എന്നാൽ ബിഗ് ബോസ് ഷോ ഉടൻ തുടങ്ങുമെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ബിഗ് ബോസിൽ എല്ലായിടത്തെയും പോലെ മോഹൻലാൽ ഉണ്ടാകില്ല ഹോസ്റ്റ് ആയി വരാൻ എന്നാണ് ഇപ്പോൾ എത്തുന്ന സൂചന. കാരണം ഇപ്പോൾ എമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. മറ്റു പല സിനിമകളുടെയും ഷൂട്ടിങ്ങും അതിന്റെ ഡബ്ബിങ്ങും തുടങ്ങിയ പ്രോസസ് വർക്കുകളെല്ലാം നടക്കുകയാണ്. ഈ സമയത്ത് മോഹൻലാലിന് ചെന്നൈ പോലെ അല്ലെങ്കിൽ മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഷൂട്ട് കഴിഞ്ഞ് എല്ലാ ആഴ്ചതോറും വന്ന് പോകാനുള്ള ഒരു സാഹചര്യമല്ല. കാരണം ഇപ്പോൾ നിൽക്കുന്നത് ആ സിനിമയുടെ ലുക്കിലായിരിക്കും. അപ്പോൾ ആ ഒരു ലുക്ക് പുറത്തു വരരുത് എന്ന് നിർബന്ധമുണ്ടായിരിക്കും. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നടന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലുക്കായിരിക്കും ആ സിനിമയിൽ ഉണ്ടാവുക. അത് പുറത്തു വരരുത്, അല്ലെങ്കിൽ ആ ഒരു ശരീരപ്രകൃതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധനങ്ങളും പുറത്തു വരരുത് എന്ന നിർബന്ധമുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ ഒരു രീതിയിലായിരിക്കും നിൽക്കുക. ആ ക്യാരക്ടറായിട്ടായിരിക്കും കൂടുതലും നിൽക്കുന്നുണ്ടാവുക. ആ സമയത്ത് യാത്ര ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലും ദേഹാസ്വസ്ഥതകൾ ഉണ്ടായാൽ സിനിമയെ അത് ബാധിക്കാനുള്ള സാഹചര്യവും ചെറുതല്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടേ അദ്ദേഹത്തിന് വരാൻ പറ്റൂ. അതേസമയം തന്നെ ഇത്തവണ മുതൽ ഒരു വനിതാ ഹോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന സൂചനയാണ് വരുന്നത്. അതാരായിരിക്കാം? ഒരു ലേഡി ഹോസ്റ്റ് എത്തുകയാണെങ്കിൽ എന്നൊരു സംശയം മുതിർന്നപ്പോൾ അത് മമത മോഹൻദാസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മമതയാണ് കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുള്ള ഒരു നടി. സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും മറ്റുമല്ല, സോഷ്യൽ മീഡിയയിലും നിന്ന് എല്ലാം ആളുകൾ എത്താറുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കാൻ. അതേ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല, അത്യാവശ്യം ബോൾഡ് ആയിരിക്കണം. ഒന്ന് രണ്ട് വഴക്കൊക്കെ പറയേണ്ടി വന്നാലും കൊടുക്കണം. അങ്ങനെയൊക്കെ അത്യാവശ്യം ബോൾഡായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ബിഗ് ബോസ് പോലൊരു ലോകാന്തര ഷോയിൽ ഹോസ്റ്റായി വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ഇണങ്ങുന്ന ആള് മമത തന്നെയാണ്. എന്നാൽ ബിഗ് ബോസ് ഇതുവരെ ആരംഭിക്കാത്തതിനെ പറ്റി ചൊല്ലി ബിഗ് ബോസിന്റെ പല ആരാധകരും രംഗത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ബിഗ് ബോസ് ഇതിന്റെ ഒപ്പം തന്നെ നടത്തുമോ എന്ന കാര്യത്തിലും ധാരണയില്ല. മാർച്ചിലായിരിക്കും സ്റ്റാർ സിംഗർ തുടങ്ങുക. അത് 3-4 മാസം നടത്തിയതിനു ശേഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ ബിഗ് ബോസ് കൊണ്ടുവരാനാണ് പദ്ധതി. ഈ വർഷം മഴക്കാലത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഷോ തുടങ്ങുന്നത്. മാത്രമല്ല, കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന കാലം കൂടിയായിരിക്കും അത്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയും. ചിലപ്പോൾ ബിഗ് ബോസ് അതിന്റെ ഒപ്പം തന്നെ നടത്തുമോ എന്ന കാര്യത്തിലും ധാരണയില്ല. അങ്ങനെ രണ്ട് പരിപാടിയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ പ്രൊമോ വരുമായിരിക്കും. അക്കാര്യവും ഉറപ്പിച്ചു സംസാരിക്കാൻ സാധിക്കില്ല. ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ബിഗ് ബോസിന്റെ അവതാരകൻ ആരായിരിക്കും എന്ന് തന്നെയാണ്. ലാലേട്ടനാണോ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു ധാരണയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം കരാർ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്.